പാഠം 539. കടുവയെ കിടുവ പിടിക്കുമ്പോൾ. ഹലോ, സാർ മോഹനേഷനാ. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്താ സാർ? അയ്യോ, അങ്ങനെ പറയരുത് സാർ. ഇപ്പൊ തന്നെ നാട്ടിൽ പലരും അറിഞ്ഞു തുടങ്ങി. ഇന്ന് രാവിലെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അയ്യോ, അങ്ങനെ പറയരുത് സാർ. ഇത് നമ്മുടെയൊക്കെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ സാർ? ശരി സാർ. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇന്നത്തെ പത്രം അവിടെ ഞാൻ കണ്ടില്ല. അങ്ങനെയോ കണ്ടില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? മോഹനയുടെ രാവിലെ സ്റ്റെപ്പിൽ ഇരുന്ന പത്രം വായിക്കുന്നത് ഞാൻ കണ്ടല്ലേ? അതിനെ പത്രം അവിടെ കാണും. എവിടെയാ? ഞാനത് നീ വീട്ടിൽ നോക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. മുറ്റത്തും അടുക്കളയിലും വരെ ഞാൻ പോയി നോക്കി. നീ ഇതുവരെ ഈ സമയത്ത് പത്രം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇന്നെന്താ പത്രത്തിൽ ഇത്രയും വലിയൊരു വാർത്ത? അത് പത്രം വായിച്ചല്ലേ അറിയാൻ പറ്റൂ. അതെവിടെയാ വെച്ചിരിക്കുന്നൊന്നും പറയാ. ഹലോ, അതെ മോഹനേഷനാ. സാർ, ഞാൻ തഹസിൽദാരെ വിളിച്ചിരുന്നു. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി പറയുന്നത്. ഇനിയിപ്പോ എന്താ സാർ ചെയ്യുക? അയ്യോ സാർ, അങ്ങനെ ഒഴിവ് പറയരുത്. പുറത്തറിഞ്ഞ ആകെ നാണക്കടാ. എന്തെങ്കിലും ചെയ്യണം സാർ. അതെ, അതെന്താ പുറത്തറിഞ്ഞ നാണക്കേടുണ്ടാവുന്ന കാര്യം? അറിയണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞാലെങ്ങനെയാ? എന്റെ ഭർത്താവിന്റെ നാട്ടിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ? നീ എന്റെ ഭാര്യ ഉത്തരവാദിത്തം വീട്ടിൽ മതി, ഓഫീസിലെ കാര്യങ്ങൾ വേണ്ട. അല്ല ചേടാ, അങ്ങനെയാ പറഞ്ഞ സംഗതി ഓഫീസ് കാര്യമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ വില്ലേജ് ഓഫീസർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഓഫീസിലൊരു കാര്യം നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പറ, എന്താ കാര്യം? നീ അറിയേണ്ട കാര്യമില്ലെന്ന് പച്ച മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ബുദ്ധിയുള്ളവര് അത് വീട്ടുള്ളവരായിട്ട് സംസാരിക്കും. എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ സഹായിക്കില്ലേ? റവന്യൂ വകുപ്പിലെ ഒരു കാര്യത്തിനും ഒരു വക്കീലിന്റെയോ ജഡ്ജിയുടെയോ സഹായം ഞങ്ങൾക്ക് വേണ്ട. വാശിയാ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ അനാവശ്യമായി എന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ എന്റെ വായിരിക്കുന്ന മുഴുവൻ നീ കേൾക്കും. വക്കീലേ, ഒത്തു വന്നത് നിന്നെ കാണാനാ. പോയി എന്താ വേണ്ടെന്ന് ചോദിക്ക്. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. വക്കീലേ! ഈശ്വര, അവളിതൊന്നും അറിയല്ലേ. നമസ്കാരം വക്കീലേ. വിശ്വംഭരം ബാങ്കിലെ ലോൺ തിരിച്ചടച്ചതിന്റെ രേഖകൾ വേണമെന്ന് വക്കീല് പറഞ്ഞില്ലേ? സകല സാധനങ്ങളും ഉണ്ട്. ഞാനിതിന്റെ കോപ്പി എടുത്തിട്ട് തിരിച്ചു തരാന്ന് വിശ്വംഭരോട് പറഞ്ഞേക്കെ. വേണ്ട വക്കീലേ, ഇതെല്ലാത്തിന്റെ കോപ്പിയാണ്. വിശ്വംഭര ഇന്നലെ എല്ലാത്തിന്റെ കോപ്പി എടുത്താണ് എന്റെ കൈ തന്നത്. എന്തായാലും നന്നായി, എനിക്ക് അത്രയും ജോലി കുറഞ്ഞല്ലോ. സാറില്ലേ വക്കീല്? അനക്കൊന്നും കേൾക്കാനില്ലല്ലോ. സാർ രാവിലെ മുതൽ എന്തോ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക ഉത്തമാ. രാവിലെ മുതൽ അങ്ങോട്ട് ഫോൺ വിളിക്കുന്നു, ഫോൺ ഇങ്ങോട്ട് വരുന്നു, എന്തോ വലിയ ചർച്ചയിലൊക്കെയാ. എന്താ കാര്യം ഞാൻ ചോദിച്ചപ്പോ എന്നെ ചീത്ത വിളിക്കാൻ വന്നു. എന്തോ ഓഫീസുകാരിയാണെന്നുള്ള കാര്യം ഉറപ്പാ. തഹസിൽദാരെയൊക്കെ വിളിക്കുന്നത് കേട്ടു. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സാർ വക്കീലിനോടൊന്നും പറഞ്ഞില്ലേ? എന്താ കാര്യം? എന്റെ വക്കീലെ, ഇന്നലെ വില്ലേജ് ഓഫീസിൽ സംഭവം നടന്നു. നമ്മുടെ നാട്ടില് കേട്ടുകേൾവില്ലാത്തൊരു സംഗതിയാണ്. എന്താ കാര്യം പറ. എനിക്ക് കേട്ടറിവേ ഉള്ളൂ. ഇന്നലെ വൈകിട്ട് ടൗണിൽ വെച്ച് ശിശുപാല സാറിനെ കണ്ടപ്പോ സാറാണ് ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞത്. കാര്യം പറയുന്നേ. വക്കീലേ, വില്ലേജ് ഓഫീസിലെ ഫ്യൂസേ ഇലക്ട്രിസിറ്റിക്കാർ കൂടിക്കൊണ്ട് പോയി. അതേന്ന്, വില്ലേജ് ഓഫീസിലെ കറണ്ട് ചാർജ് അടച്ചിട്ട് കുറെ നാളായി എന്നും പറഞ്ഞ് ബോർഡ് പലവട്ടം വില്ലേജ് ഓഫീസർക്ക് നോട്ടീസ് അയച്ചു. ആരും ഇത് മൈൻഡ് ചെയ്തില്ല. സർക്കാരിന്റെ വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഊരുമെന്ന് ആരും പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷേ ഇന്നലെ വൈകിട്ട് സംഭവം നടന്നു. സാർ, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആര്? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാ, ലൈൻമാൻ വിജയൻ. കറണ്ട് പോയി നിറഞ്ഞ ഒന്നാണോ? കറണ്ട് പോയതല്ല സാർ, അയാള് ഫീസ് ഊരിയതാ. ഫ്യൂസ് ഊരിയോ? എന്തിന്?
പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫീസ് വരാൻ വേണ്ടി വന്നതാ. ഫീസ് വരാനോ? സാറേ, ഇവിടത്തെ കറണ്ട് ചാർജ് അടച്ചിട്ട് മാസം 9 ഫീസ് വരാൻ പറഞ്ഞു വിട്ടതാ എന്നെ. അതിപ്പോ എന്ത് ചെയ്യാനാ? ഇതൊരു സർക്കാർ ഓഫീസല്ലേ? ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. എന്നോട് AI പറയുന്നത് പോലെ ചെയ്യാനേ എന്നെ കൊണ്ട് പറ്റൂ. കറണ്ട് ചാർജ് അടയ്ക്കാൻ പറഞ്ഞ് ഇവിടേക്ക് എഴുത്തയച്ചിട്ട് കാലം കുറയായി. എന്തായാലും നിങ്ങൾ കറണ്ട് ചാർജ് അടയ്ക്കൂല, അപ്പൊ പിന്നെ കറണ്ടും വേണ്ട. കറണ്ട് ചാർജ് അടയ്ക്കേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നല്ലേ? നിങ്ങൾ അവിടെ പോയി പറയണം. അവിടെയൊക്കെ പോയി പറഞ്ഞു സാറേ, ഒരു പ്രയോജനമില്ല. സെക്ഷൻ ഓഫീസിന്റെ കോമ്പൗണ്ട് ഇളക്കാൻ വന്നപ്പോ സാറ് ഇതിനേക്കാൾ വലിയ നിയമമാണല്ലോ പറഞ്ഞത്. അന്ന് ഞങ്ങളുടെ AI സാർ എന്താ പറഞ്ഞത്? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന്. ഞങ്ങളുടേതും ഒരു സർക്കാർ ഓഫീസാണെന്നുള്ള കാര്യം സാറ് വിചാരിച്ചില്ലല്ലോ. ഓഹോ, പ്രതികാരം ചെയ്യാം. ഒരു സർക്കാർ വകുപ്പ് വേറൊരു സർക്കാർ വകുപ്പിനോട് പ്രതികാരം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ. പണ്ടിപ്പ ഞങ്ങളെ കോട്ടില്ല സാറേ. കറണ്ട് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള മുഴുവൻ കാശും അടയ്ക്കണം. വരട്ടെ. അപ്പൊ അതാണ് സംഭവം. നാട്ടുകാരറിഞ്ഞ നാണക്കേടാവൂന്ന് സാർ ഫോണിൽ പറയുന്നത് കേട്ടു. നാട്ടിൽ അറിയാതിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാ വാർത്ത കാട്ടുതീ പോലെ പടരൂലേ വക്കീലേ? എന്തായാലും കൊള്ളാം. നാട്ടുകാരെ വിറപ്പിക്കുന്ന വില്ലേജ് ഓഫീസറെ ഇലക്ട്രിസിറ്റി ബോർഡുകാര് വിറപ്പിച്ചു. രാവിലെ തന്നെ സാറിന് ചൊറിയാൻ ഒരു വിഷയം കിട്ടി. ഈ വിലയേറിയ വിവരം എനിക്ക് പറഞ്ഞു തന്നതിന് ഉത്തമന് നന്ദി. എന്റെ പൊന്നു വക്കീലെ, ഞാനാണിത് പറഞ്ഞു തന്ന് സാറിനോട് പറയരുതേ. മേലിൽ വില്ലേജ് ഓഫീസിന്റെ കാമ്പൗണ്ടിനകത്ത് സാറിനെ കയറ്റൂല. ഒരു കാര്യം ചെയ്താൽ മതി. ഇന്നത്തെ പത്രത്തിലെ വാർത്തയുണ്ട്. പത്രത്തിൽ വായിച്ചിട്ടാണ് വക്കീലത് അറിഞ്ഞെന്ന് പറഞ്ഞാ മതി. പത്രത്തിലുണ്ടോ? പിന്നെ പത്രത്തിൽ വരായിരിക്കൂ. പത്രക്കാർക്ക് ഇതൊക്കെ ഒരു തമാശ. അപ്പൊ പത്രം കാണാതെ പോയതിന്റെ കാര്യവും പിടികിട്ടി. ഇന്നത്തെ പത്രം എവിടെയെന്ന് ചോദിച്ചപ്പോഴേ അവിടെ കാണും എന്നാണ് മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്. ഞാൻ ആ വാർത്ത വായിക്കാതിരിക്കാനായി വില്ലേജ് ഓഫീസറെ പത്രം മുക്കിയതാണെന്നുള്ളത് ഉറപ്പല്ലേ? ശരി, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഉത്തമം പൊയ്ക്കോളൂ. പിന്നെ എന്റെ പേര് അബദ്ധവശാ പോലും പറഞ്ഞുകളയല്ലേ വക്കീലേ? ഉത്തമൻ ധൈര്യമായിട്ട് പൊക്കൂ. അപ്പൊ ശരി. ഈശ്വരാ, നീ കരുണയുള്ളവനാണ്. നിനക്ക് ഒരുപാട് നന്ദി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കറണ്ട് ബിൽ അടയ്ക്കാത്തതിന്റെ പേരിൽ വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കാലാകാലങ്ങളായി കറണ്ട് ചാർജ് അടയ്ക്കാതെ ബോർഡിനെ പറ്റിച്ചു കഴിഞ്ഞ കാന്തല്ലൂർ വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഊരിക്കൊണ്ടുപോയി. കൊണ്ടുപോയ ഫ്യൂസ് തിരിച്ചു കിട്ടാനായി വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നിരാഹാരം ഇരിക്കാൻ പോകുന്നു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. പത്രത്തിലെ വാർത്ത ഞാൻ വായിക്കാതിരിക്കാനായി വില്ലേജ് ഓഫീസർ പത്രം അങ്ങ് മിണുങ്ങി. പക്ഷേ ദൈവമായിട്ട് ആ കാര്യം എനിക്ക് പറഞ്ഞു തന്നു. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയില്ല. കേട്ട കാര്യങ്ങൾ സത്യമാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നീ പറയുന്ന കേട്ടാ ഓക്കെ എന്റെ കുറ്റാണെന്ന് തോന്നുമല്ലോ. കറണ്ട് ചാർജ് അടച്ചിട്ടില്ല എന്ന് എത്ര പ്രാവശ്യം ഞാൻ തഹസിൽദാരെ വിളിച്ച് പറഞ്ഞെന്നറിയോ? പക്ഷെ ആരും വകവച്ചില്ല. മോഹനകൃഷ്ണൻ സാർ ഇങ്ങനെയല്ലോ സാധാരണ പറയാറുള്ളത്. ഈ ഭൂമിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സർക്കാർ ഓഫീസ് വില്ലേജ് ഓഫീസാണ്. വില്ലേജ് ഓഫീസിൽ സകല കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും. മറ്റു വകുപ്പിലുള്ളവർ റവന്യൂ വകുപ്പിനെ കണ്ട് പഠിക്കണം. ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ നിറയെ അഴിമതിക്കാരാണ്. അവരെയൊക്കെ മര്യാദ പഠിപ്പിക്കണം എന്നൊക്കെയല്ലേ? ഇപ്പൊ റവന്യൂ വകുപ്പിന് ഒരു വീഴ്ച പറ്റിയതിന്റെ പേരിൽ വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരിക്കൊണ്ട് ബോർഡുകാരങ്ങ് പോയി.
ഇനി പറ, ആരാണ് കൂടുതൽ കാര്യക്ഷമമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്നത്? റവന്യൂ വകുപ്പോ വൈദ്യുതി വകുപ്പോ? ഇതൊക്കെ നീ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കറണ്ട് ചാർജ് അടയ്ക്കേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. എന്റെ കയ്യിലെ പൈസ അടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഫീസ് ഊരിയത് മുതൽ ഞാൻ താലൂക്ക് ഓഫീസിലെ ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കുക. ആരും വകവയ്ക്കുന്നില്ല. കഷ്ടായി പോയിട്ടോ. എന്തായാലും സംഭവമൊക്കെ നാട്ടുകാർ അറിഞ്ഞു. ഇനി മോഹനയുടെ ഒരു സിദ്ധാന്തമൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ നാട്ടുകാർ ചോദിക്കും, പറച്ചില് മാത്രമേ ഉള്ളോ, പ്രവൃത്തിയിൽ ന്യായമൊന്നുമില്ലല്ലോ മോഹനകൃഷ്ണ സാറേ എന്ന്. എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. കാരണം ഈ പ്രശ്നത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. നിരപരാധി ആയതുകൊണ്ട് എന്താ മോഹനയുടെ കാര്യം? ഫ്യൂസ് ഊരി എന്നുള്ള സത്യമല്ലേ? വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരിട്ടുണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസിലെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്, അല്ലാതെ എന്താണ്? വക്കീലമാരെയും ജഡ്ജിമാരെയൊക്കെ കുറ്റം പറയുമ്പോ മോഹനേട്ടന് 100 നാവല്ലേ? അതിനെല്ലാത്തിനും കൂടി ഈശ്വരനായിട്ട് തന്നതായത്. ഇനിയെങ്കിലും ബാക്കിയുള്ളവരെ ഇങ്ങനെ അടച്ച് കുറ്റം പറയരുത്. ഞാൻ എന്റെ സൗകര്യം വിളിച്ചതോളാം. ഇതുകൊണ്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അല്ല, ഇത് ഇറങ്ങാണോ? കാപ്പി വിളിച്ചില്ലല്ലോ. എനിക്ക് കാപ്പി വേണ്ട. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയൊന്നും കുടിക്കാൻ പറ്റില്ല. കാരണം അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് കളിയാക്കും. എന്നെ കളിയാക്കാൻ വന്ന മരുന്നും വിവരം അറിയും. ആഹാ, ഇന്നലെ വൈകിട്ട് ആ സംഭവം മോഹനകൃഷ്ണ സാർ നിയമവും ന്യായവും ഒക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും നടന്നില്ലെന്നാ കേട്ടത്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളെയൊക്കെ നിയമവും ചട്ടവും പഠിപ്പിക്കാൻ വലിയ മിടുക്കല്ലയോ സാറിന്. ഇപ്പൊ സ്വന്തം കാര്യം വന്നപ്പം വിവരം അറിഞ്ഞു. എന്നാലും ഒരു സർക്കാർ ഓഫീസിലെ ഫീസ് സർക്കാർ തന്നെ ഊരിക്കൊണ്ട് പോയതാ കഷ്ടമായി പോയത്. ദേ വരുന്ന ആരാണ് നോക്കി. നമസ്കാരം സർ. ഇലക്ട്രിസിറ്റി ബോർഡുകാര് വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരിയെന്ന് കേട്ടു, ശരിയാണോ? കഷ്ടവാ സാറേ, ഞങ്ങളൊക്കെ കരവടയ്ക്കാൻ വയ്യ. സാർ എന്തൊക്കെ പറയും? എന്നിട്ട് സാറ് കറണ്ട് ചാർജ് അടച്ചില്ല എന്ന് പറയുന്ന എനിക്ക് മനസ്സിലാവാത്ത. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. വൈദ്യുതി ബോർഡുകാർ ഫീസ് ഊരിയത് എന്റെ വീട്ടിലെ അല്ല, വില്ലേജ് ഓഫീസിലെ. വില്ലേജ് ഓഫീസിലെ കറണ്ട് ചാർജ് അടയ്ക്കേണ്ടത് ഞാനല്ല. എന്നാലും ഭയങ്കര നാണക്കേടായി പോയി സാറേ. പത്രത്തിലൊക്കെ വാർത്ത വരിക എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഫാനൊക്കെ ഇട്ട് അതിന്റെ ചുവട്ടിലിരുന്ന് സുഖമായിട്ട് ജോലി ചെയ്യാറുന്നല്ലോ ഇതുവരെ. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഫാൻ ഇല്ലെങ്കിലും ജോലി ചെയ്യാൻ കെ മോഹനകൃഷ്ണൻ അറിയാം. അതിന് ഒരു വൈദ്യുതി ബോർഡിന്റെ ആവശ്യമില്ല എനിക്ക്. കറണ്ട് ചാർജ് അടയ്ക്കാതെ പറയുന്ന കഷ്ടം നോക്കണേ. എന്തായാലും സാർ ഇത്തിരി ഒന്ന് ചമ്മി. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയുടെ പിറകിലുള്ള 10 സെന്റ് ഭൂമി രാജീവൻ വാങ്ങിയത് കേട്ടു. സാർ, മെനഞ്ഞാന്നായിരുന്നു ആധാരം. ആ ആധാരം പോക്കുവരവ് ചെയ്താലേ കരമടയ്ക്കാൻ പറ്റൂ എന്ന് രാജീവൻ അറിയാമോ? സാർ. ആ ആധാരം മിക്കവാറും ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയേ പോക്കുവരവ് ചെയ്യാൻ പറ്റൂ. അയ്യോ, നിങ്ങൾക്കൊക്കെ അവരാണല്ലോ ദൈവങ്ങൾ. അല്ല സാറേ, ഞാൻ വില്ലേജ് ഓഫീസ് എന്താണെന്നും വില്ലേജ് ഓഫീസർ ആരാണെന്നും ഞാൻ കാണിച്ചു തരാം. അല്ല സാറേ, കുളമായല്ലോടാ. എന്തായാലും ആകെ നാണക്കേടായി. പത്രത്തിൽ വാർത്ത വന്നതാ വലിയ കഷ്ടമായത്. എത്ര പേരെ ഇന്ന് തന്നെ എന്നോട് കാര്യം ചോദിച്ചു എന്നറിയാവോ? എന്റെ ഫോണിലേക്ക് ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. എന്തു പറയാനാ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ സാധാരണ സംഭവം പ്രൊഫസറെ. 2 സർക്കാർ ഓഫീസുകൾ തമ്മിൽ വഴക്കുണ്ടായാൽ ഇതും ഇതിനപ്പുറവും നടക്കും. ഇതിപ്പോ അവര് മനഃപൂർവ്വം ചെയ്തതാ. അന്ന് സ്ഥലം അളന്ന് തിരിക്കാൻ പോയപ്പോ നമ്മളൊക്കെ മോഹനകൃഷ്ണ സാറിനോട് പറഞ്ഞതല്ലേ വെറുതെ ബോർഡുകാരുമായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന്. അപ്പൊ സാറ് പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. ഇപ്പൊ എന്തായി? വൈദ്യുതി ബോർഡുകാര് നിയമത്തിന്റെ വഴിക്ക് നീങ്ങി. കാഞ്ചനെ, കാഞ്ചന എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ അന്ന് സ്ഥലമളക്കാൻ പോയപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ആളുകൾ പറഞ്ഞതുപോലെ ചെയ്യണമായിരുന്നു എന്നാണോ? അവർ പറയുന്നത് പോലെ ചെയ്യാനല്ല സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ഏത് കണക്കിന് നോക്കിയാലും വൈദ്യുതി ബോർഡിനേക്കാൾ പ്രധാനപ്പെട്ട വകുപ്പ് റവന്യൂ വകുപ്പ് തന്നെയാണ്. പക്ഷെ കറണ്ട് തരണമെങ്കിൽ വൈദ്യുതി ബോർഡുകാർ തന്നെ വേണമല്ലോ. സാറിന്റെ വാശി കാരണം ഞങ്ങൾ ഈ ചൂടത്തുനിന്ന് ജോലി ചെയ്യാം. സാർ അന്നൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ നാണക്കേടാവില്ലായിരുന്നു. ഇതിപ്പോ നാട്ടുകാർ മുഴുവൻ കളിയാക്കി ചിരിക്കല്ലേ സാറേ? ഇതിലിപ്പോ അത്ര നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്നത് താലൂക്ക് ഓഫീസിലെ കുഴപ്പമാണ്.
നമ്മളെന്ത് വിളിച്ചു? അതൊന്നും ജനങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് ഫ്യൂസ് ഊരിയതാണെന്ന് അവര് പറയൂ. ഇപ്പൊ സാറിന് മനസ്സിലായോ വൈദ്യുതി ബോർഡുകാരോട് മത്സരിച്ചാൽ നമ്മൾ ജയിക്കില്ല എന്ന്? സാറ് എയോടൊന്ന് സംസാരിച്ച കാര്യം നടക്കും. ഞാൻ സംസാരിച്ചെന്നെ നടക്കുന്ന കേസ് തന്നെ. സാർ, ഞാനൊരു കാര്യം പറഞ്ഞ സാർ ദേഷ്യപ്പെടൂ? ഇനിയിപ്പോ സ്വയംപ്രഭയുടെ ഉപദേശമായിട്ട് വേണ്ടാതെ വെക്കണ്ട, പറയൂ. ഉപദേശമൊന്നും അല്ല, ഞാൻ കണ്ടൊരു കാര്യം പറയാം. എന്ത് കാര്യം? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസഫ് സാറ് ഒരു ആധാരം പോക്കുവരവ് ചെയ്യാനായിട്ട് ഇവിടെ തന്നിരുന്നു. ഉവ്വ്. അതിന്റെ സർവേ നമ്പർ തെറ്റിക്കിടക്കുക. ആധാരം രജിസ്റ്റർ ചെയ്തവൻ പറ്റിയതാ. പക്ഷെ വേണമെങ്കിൽ മനസ്സിലായി. ആധാരയുടെ ഇത് ഈശ്വരനായിട്ട് ചെയ്തു വെച്ചതാ. ഇനി എന്താ വേണ്ടത് എനിക്കറിയാം. ഹലോ, ജോസഫ് സാറല്ലേ? സാർ, ഞാൻ കെ മോഹനകൃഷ്ണൻ, കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ. അതെ സാർ. സാറ് ഒരു ആധാരം പോക്കുവരാനായിട്ട് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. അപേക്ഷ പരിഗണിച്ചപ്പോഴാണ് ഒരു കുഴപ്പം കണ്ടത്. മുന്നാധാരത്തിലെയും ആധാരത്തിലെയും സർവേ നമ്പറുകൾ 3 സ്ഥലത്ത് മാറിക്കിടക്കുക. ഇല്ല, അത് കണ്ണടയ്ക്കാവുന്നേ ഉള്ളൂ. ആധാരം എഴുതിയപ്പോ അബദ്ധം പറ്റിയതാവും. പക്ഷേ ആ ആധാരം പോക്കുവരവ് ചെയ്യണ്ട എന്ന് വെക്കാനും ഈ കാരണം മതി. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഉവ്വ് സാർ, എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിൽ വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരാൻ വിജയൻ എന്ന ലയൻമാനെ പറഞ്ഞു വിട്ടപ്പോ ഈ സുന്ദരേശൻ സാറ് അത് ഓർത്തില്ല. അല്ല, സാറാണല്ലോ മേലുദ്യോഗസ്ഥൻ. എന്താ വേണ്ടെന്ന് സാറ് എയോട് പറഞ്ഞാൽ മതി. വില്ലേജ് ഓഫീസർ വേണ്ടെന്ന് വെച്ചാൽ ഒരു ആധാരം പോക്കുവരവ് ചെയ്യാൻ പാട് തന്നെയാണ് സാറേ. സാറിന് നിയമം അറിയാലോ. ശരി. വക്കീലൊരു സംഭവം അറിഞ്ഞ? എന്തോ മറിമായ സംഭവിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസിലെ ഫീസ് കുത്താൻ ലൈൻമാൻ വിജയ് അങ്ങോട്ട് പോയിട്ടുണ്ട്. കറണ്ട് ബിൽ അടച്ചിട്ടുണ്ടാവും. അടച്ചില്ല എന്നാണ് വിജയൻ പറഞ്ഞത്. മോനൻ സാർ എന്തോ പുകിലൊപ്പിച്ചു എന്നും വിജയൻ പറഞ്ഞു. അതെന്ത് പുകില? ആള് മോനയുടെ സാറല്ലേ, എന്താണ് ഒപ്പിക്കാത്തത്? സാർ, ആ ലൈൻമാൻ വിജയം വന്നിട്ടുണ്ട് സാർ. അതിന് സാറിനെ കാണണമെന്ന് പറയുന്നു. പറയും. നമസ്കാരം സർ. ഞാൻ ഫീസ് കുത്താൻ വന്നതാ. കറണ്ട് ചാർജ് അടച്ചോ? അടച്ചില്ല. അടയ്ക്കാതെ ഫീസ് കുത്തില്ല എന്ന് പറഞ്ഞത് താൻ തന്നെയല്ലേ? അത് പിന്നെ ഇപ്പോ വിളിച്ചു പറഞ്ഞു ഫീസ് കുത്താൻ.
മേലധികാരി പറയുന്നത് അനുസരിക്കാണല്ലോ എന്റെ ജോലി. അയ്യോ പാവം, ഇന്നലെ വന്നപ്പോ നിന്റെ മുഖത്തെ ഭാവം ഇതല്ലായിരുന്നല്ലോ. ശിശുപാല, സാർ ഈ അനിയൻ ഇന്നലെ വേറെന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. പന്ത് എവരുടെ കോർട്ടിലാണെന്നോ മറ്റോ. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവർക്ക് ഇപ്പൊ പന്ത് കളിയാണോ ജോലി? നിങ്ങൾ ഇങ്ങനെ പന്ത് കളിച്ചു നടക്കുന്നുണ്ടാ നാട്ടുകാർക്ക് സമയത്ത് കറണ്ട് ഇട്ടായിരിക്കുന്നത്. ഇവിടത്തെ കറണ്ട് ചാർജ് അടച്ചിട്ടില്ല എന്നുള്ളത് സമ്മതിച്ചു. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഫ്യൂസ് ഊരുകയും ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള സർക്കാർ ഓഫീസുകളിൽ നിന്നും കൃത്യമായ കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്നിട്ടും അവിടത്തെ ഫീസ് ഒന്നും ഊരാത്തുന്നുണ്ടാ. അപ്പോ നിങ്ങളുടെ ഈ വ്യക്തിവൈരാഗ്യം തീർത്തു. വേറൊരു വഴി കാണാവുന്നപ്പോ ഒരു വൃത്തിയുടെ എനിക്ക് കാണിക്കേണ്ടി വന്നു. നീ വേഗം ഫീസ് ഇട്ടിട്ട് പോ നോക്ക. ഒരു വലിയ അപമാനത്തിൽ നിന്ന് വലിയ ആപ്പീസിനെ രക്ഷിച്ചത് സ്വയംപ്രഭയാണ്. അതുകൊണ്ട് എന്റെ വക സ്വയംപ്രഭയ്ക്ക് ഒരു സമ്മാനമുണ്ട്. ഇന്ന് വൈകുന്നേരം സ്വയംപ്രഭയ്ക്ക് എന്റെ വകയായിട്ട് ഒരു ചായയും വടയും. ശിശുപാല, അത് വാങ്ങിക്കൊടുക്കാൻ മറക്കരുത്. കാശ്മീർ മേടിച്ചു. ഇതിനപ്പുറത്തൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ഒരു ചായ ഇവിടെ എന്തൊക്കെയായാലും സാറിന്റെ പിശുക്ക് തീരില്ല. അത്രയെങ്കിലും കിട്ടിയല്ലോ. ഞാനിവിടെ ജോലിക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാ സാറ് സ്നേഹമായിട്ടൊരു വാക്ക് പറഞ്ഞു കേൾക്കുന്നു. നീ എന്താ രാവിലെ പറഞ്ഞത്? ഒരു വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന്. ഇലക്ട്രിസിറ്റി ബോർഡുകാര് നിയമത്തിന്റെ വഴിയെ പോകൂ എന്ന് വാശി പിടിച്ചാൽ വില്ലേജ് ഓഫീസറും നിയമത്തിന്റെ വളഞ്ഞ വഴിക്ക് പോകും എന്ന് പറഞ്ഞപ്പോ കാര്യത്തിന് ഒരു തീരുമാനമായി. എന്റെ വില്ലേജ് ഓഫീസർ ആരാ മോൻ? വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വില്ലേജ് ഓഫീസർ ഒരു പുലിയാണെന്ന് എനിക്കറിഞ്ഞൂടെ? പക്ഷേ നീ രാവിലെ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. പത്രത്തിൽ എന്തോ വാർത്ത വന്നതിന്റെ പേരിൽ നീ എന്നെ ഒരുപാട് കളിയാക്കി. ഞാൻ കളിയാക്കിയത് എന്തിനാ? ആ, അങ്ങനെ കളിയാക്കിയാലല്ലേ എന്റെ വില്ലേജ് ഓഫീസർക്ക് ശൗര്യം ഉണ്ടാവത്തുള്ളൂ. അതിനു വേണ്ടിട്ടാ. നിന്റെ അച്ഛന്റെ പേര് പൂച്ച എന്നാണോ? എന്തേ? അല്ല, എങ്ങനെ വിടാനും 4 കാലില്, അതുകൊണ്ട് ചോദിച്ചതാ. കടുവയെ പിടിച്ച കിടുവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വില്ലേജ് ഓഫീസിലെ ഫ്യൂസ് ഊരിയ ഇലക്ട്രിസിറ്റി ബോർഡുകാരനെ വളഞ്ഞ വഴിക്കാണെങ്കിലും മുട്ടുകുത്തിച്ച മോഹനകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും പുതിയ സാഹസങ്ങളുടെ കഥയുമായി കാര്യനിസാരം തുടരുന്നു.